നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ്. ഏത്? നമ്മുടെ ചത്തുപോയ രവിയുടെയാ? ആ അതിനിപ്പോ എന്താ? അത് പതിവുള്ളതല്ലേ? പതിവുള്ളൊക്കെ തന്നെ, പക്ഷെ മുഖച്ചായ ചന്ദ്രുവിന്റെയാ. ഒന്ന് പോടാ, വെറുതെ പുളു പഠിക്കാതെ. ഞാൻ കണ്ടില്ലേ, കുന്നിലെ അമ്മണി ചേച്ചി ശങ്കരേട്ടന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാ. ചന്ദ്രു അവിടെ കാവലാ. വെറുതെ അനാവശ്യം പറഞ്ഞു പറ്റരുത്. അവൻ ഈ നാട്ടിൽ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞെടുത്ത് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വിശ്വസിക്കണില്ല. ആ തള്ളിച്ചിരി കേമിയാണെങ്കിലും ആ പെണ്ണ് പഞ്ചപാവ. പാവങ്ങളല്ലേ കുഞ്ഞപ്പാ കല ഉടയ്ക്കുന്നേ. കുഞ്ഞപ്പേട്ട കുറിപ്പണം. ഈ മാസത്തെ നരക്കൊന്ന് ശരിപ്പെടുത്തി തരാൻ മുതലാളിനോട് ഒന്ന് പറഞ്ഞു കേട്ടോടാ. നേരിട്ട് പറഞ്ഞാ മതി. നീ ഇന്ന് വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വരാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞേക്കാം. ശരി. ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ. മാറിയില്ലെങ്കിൽ സൈക്കിൾ ചെയ്യാൻ മുട്ടിക്കും. ഓ, രമേശിനായിരുന്നോ? ഞാൻ വിചാരിച്ചു ആ രാമനാരുടെ അടുത്ത ഗോപി ആയിരിക്കുന്നു. ആ ചെക്കൻ എന്നെ കാണുമ്പോ ഒരുതരം ഇളക്കാ. അതിന് ഇങ്ങനെ വഴി കൊടുക്കാണ്ടിരുന്നാൽ എങ്ങനെ? ദേ, എല്ലാവരും എന്നെ പോലെ അല്ല കേട്ടോ. എന്റെ അടുത്ത് വേളത്തരം കാണിക്കും. എന്റെ അപ്പനോട് പറഞ്ഞ അവനുണ്ടാവില്ല, അവന്റെ സൈക്കിളും ഉണ്ടാവില്ല. ചട്ടമ്പിത്തരത്തിന് മോളിക്കുട്ട കയ്യിലും ഉണ്ടല്ലോ. എവിടെയാ പോയത്? ടൗണില് പരീക്ഷ ഫീസ് അടയ്ക്കാൻ. ഒരു ചായ. രാജമ്മോ, ഓ, ചന്ദ്രൻ ഇങ്ങോട്ട് വന്നോടി. കാലത്ത് വന്നു. മണലും കൊണ്ട് പോയിട്ടുണ്ടാവും. മണിക്കൂർ 3 ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യര്. എന്തേ? അവിടുന്ന് പോന്നേ പിന്നെ അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, 10 കാശും തന്നിട്ടില്ല. ഇങ്ങനെയായാലും എങ്ങനെയാ? നിങ്ങളുടെ മോള് പെറ്റിക്കിടക്കുന്നതിന് അങ്ങേർക്കെന്താ? ഇതിത്തിരി കടന്ന കൈ ആയിപ്പോയി. ഭാരം മുഴുവൻ താങ്ങാൻ അയാള് നിങ്ങളുടെ ആരാ? അതിന് നിനക്കെന്താ അത്ര വലിയ കണ്ണുകടി? എല്ലാവരും പോലെ നീയും തുടങ്ങിയോ? എനിക്കൊരു കണ്ണേടിയില്ല. പക്ഷേ ഇത്തിരി നേരം നിറയും കാണിക്കണം. ആ മനുഷ്യൻ കാറ്റത്ത് വീണ കരിയില പോലാണെന്ന് വെച്ച് മുതലാക്കുന്നതിന് ഒരു അതിര് വേണം. നാട്ടുകാർ കേട്ടാ എന്ത് പറയും? എന്തു പറയാനടി? കൂടി വന്നാ പറയും ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു, അത്രയല്ലുള്ളൂ. അത് ഞങ്ങളങ്ങ് സഹിച്ചടി. അല്ലേ അവളോട് ഒരു നേരും നേറി. ഞാനമ്മല്ലേ ആള്. കോലോത്തും കാവൽ ഉത്സവത്തിന് വന്ന ആനക്കാരൻ മാധവൻ ആനയും വേണ്ട പൂരവും വേണ്ടെന്ന് വെച്ച് കൂടെ കൂടിയതല്ലേ. മോളും ആ ചെക്കനെ സ്നേഹിച്ചു കൂടിയതല്ലേ. ആ വിദ്യകളൊന്നും ജാനമ്മയ്ക്കും മോക്കും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. ഈ മനുഷ്യൻ അതിലൊന്നും വീഴുന്ന ആളല്ല. നീ ഒരു കൈ നോക്കിയോടി രാജമ്മേ. നീ പട്ടാപ്പകൽ ഒറ്റയ്ക്കിരുന്ന് കിനാവാണോ നോടി? നീ എവിടെ പോയിട്ട് വരണ വഴി? വേലുപ്പള്ളിയിൽ പൂരത്തിന് പോയതാ. കിറുക്കുണ്ടോ ഒറ്റക്കിരുന്നിരിക്കാൻ? ആ, ഒരുതരം കിറുക്ക്. എനിക്ക് എന്തൊരു കൊതിയാന്നോ. ഒരാണിന്റെ പിന്നാലെ പുടവയും ചുറ്റി
മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോവാൻ. എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ? വരും. ആ വഞ്ചിക്കാരൻ മാപ്പിള വരില്ല. വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല. ദുഷ്ടൻ. നിങ്ങൾക്കതൊന്നും അറിയില്ല. പെണ്ണ് പഴിച്ചതിലേ കുറ്റമുള്ളൂ. പഴിപ്പിച്ചവന് ഒരു കുറ്റമില്ല. കൊല്ലണോ എല്ലാറ്റിനെയും? ചിരിച്ചോ? അതില്ലേ കഴിയും എല്ലാവർക്കും. മാനവും ജീവിതവും പോയി. കുടുംബം തകർന്നു. എല്ലാരും ചിരിക്കുകയായിരുന്നിട്ടും ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ജീവിച്ചു. പിഴച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാ മതിയായിരുന്നു. അതും തന്നില്ല ദൈവം. വേണ്ട. നീ പോവാ? കൊള്ളാം, നന്നാവുന്നുണ്ട്. അരമണിക്കൂറായി കണ്ണാടി നോട്ടം തുടങ്ങിയിട്ട്. നീ പോടാ. ചേച്ചിയുടെ മനസ്സിൽ ഏതാണ്ടുണ്ട്. കുറച്ചു നാളായി ഞാൻ കാണുന്നു. പണ്ടെങ്ങുമില്ലാത്ത ഒരുക്കവും വർത്തമാനത്തിനൊരു മയവും. എന്താ കാര്യം? ഞാനേ കല്യാണം കഴിക്കാൻ പോവാ. ആരെ? ഒരു മോരിക്കുട്ടിയെ. ഏ? വായിക്കണ്ട, നല്ല രസമുണ്ട്. ചായക്കണോ? അയ്യോ, തീ കെടുത്തി. വേണമെങ്കിൽ ഇപ്പിട്ട് തരാം. വേണ്ട, ഞാൻ അങ്ങാടിന്ന് വിളിച്ചോളാം. കേറിയത് വേറെ കാര്യം പറയാനാ. നാളെ രമണീനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാ. വരത്തില്ലേ? വണ്ടിക്കാ? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട്. ബസ്സിന്. അല്ലെങ്കിൽ ഞാനില്ല. വേണ്ട, ഞാൻ വന്നാ വരാണ്ടിരിക്കുക നല്ലത്. എങ്കിൽ എനിക്ക് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ശല്യമായി. ഒന്ന് നിന്നേ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ തള്ളേനെ ഇഷ്ടാ? എന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഇഷ്ടമൊന്നുമില്ല. രമണിയോട്? നീ എന്റെ വായിരിക്കണ നല്ല വാക്ക് കേൾക്കണം. അതിനാണ് ഈ വക ചോദ്യങ്ങളൊക്കെ. ചേച്ചി, മൂരിക്കുട്ടിയാണോ? മൂരിക്കുട്ടിയല്ല, പോത്ത്.